അപ്പൊ ഗൈസ് നമ്മൾ ഇന്നലെ രാത്രി വെളുപ്പിന് ഒരു 2 മണിക്കായപ്പോൾ വീട്ടിലെത്തിയത്. നമ്മളെ കുറെ ആളുകൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വിളിച്ചു പറഞ്ഞു നമ്മുടെ ചാർജറൊക്കെ പോയി എന്നിട്ട് പോലീസ് കംപ്ലൈന്റ് കൊടുക്കണ്ടായിരുന്നു. കൊടുത്തിട്ടും കാര്യമില്ല, ആരും ഒന്നും അന്വേഷിക്കുന്നില്ല, കിട്ടൂല, അത് ഉറപ്പാണെന്നെല്ലാം പറഞ്ഞായിരുന്നു. സംഭവം കുറെയൊക്കെ സത്യം തന്നെയായിരുന്നു. ചാർജർ കാണാനായിട്ട് പോലീസ് കംപ്ലൈന്റ് രാവിലെ കൊടുത്തിട്ട് പോലീസ് വൈകിട്ട് അവരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ബാഗ് ചെക്ക് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ചാർജർ അവർ വേറെ എവിടെയും വെച്ചിട്ട് വന്നിട്ട് ബാഗ് ചെക്ക് ചെയ്തിട്ട് കാണിച്ചാൽ എന്തിനു ചെയ്യാൻ പറ്റുമോ? പോലീസ് ഇത്രയും മണ്ടന്മാരാണെന്നാണ് പലരും വീടിൻ്റെ തന്നെ വിളിച്ച് മെസ്സേജ് ഒക്കെ ചോദിച്ചത്. സംഭവം എനിക്കെന്നെ സംശയമായി. നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ 2-3 പേര് കോൺസ്റ്റബിൾസ് ആയിട്ടുള്ളവരൊക്കെ കോൺസ്റ്റബിൾസ് ആയിട്ട്. അപ്പൊ അവരൊക്കെ വിളിച്ച് പറഞ്ഞത് പോലീസ് ഒന്നും അന്വേഷിക്കില്ല ആർജെ, അത് നമ്മൾ വിചാരിക്കും പോലെയല്ല. ഇവര് വലിയ വലിയ സ്വർണ്ണങ്ങളൊക്കെ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞ് കമ്പനി എടുത്ത് അന്വേഷിക്കും. നമ്മുടെ ഒരു ചാർജ് നമുക്ക് 3000 രൂപയ്ക്ക് കൊടുക്കത്ത് വരികയായിരിക്കും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ലക്ഷ്യങ്ങളൊക്കെ വിലയെടുപ്പുള്ള സാധനം മാത്രമേ കാണാൻ പോയിട്ട് അന്വേഷിക്കുക, അല്ലെങ്കിൽ അന്വേഷിക്കില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, നമ്മളെ ഭാഗത്ത് നമുക്കൊരു മണി കിട്ടിയപ്പോൾ നമ്മൾ ഒന്ന് കംപ്ലൈന്റ് കൊടുത്താണ്. അപ്പോൾ നമ്മുടെ ചാർജർ കിട്ടിയാലോ എന്നൊരു പ്രതീക്ഷയിൽ കിട്ടുകയെന്ന് മനസ്സിലായി. എന്നാലും കുഴപ്പമില്ല, കിട്ടുകയെന്ന് എല്ലാവരും പറഞ്ഞത് സത്യമാണ് ഏകദേശം. പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ല അടിപൊളി മഴയാണ് ഗൈസ്. ഇന്നലെ രാത്രി ഞങ്ങളിവിടെ എത്തിയ സമയത്ത് വെളുപ്പംകാലത്ത് എത്തിയത് 2 മണിയായപ്പോൾ. ആ സമയം മുതൽ തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും മഴയ്ക്ക് കുറവൊന്നുമില്ല, ഇങ്ങനെ പെയ്യും, ഇടയ്ക്കിടയ്ക്ക് പെയ്യും, ഇടയ്ക്കിടയ്ക്ക് നിൽക്കും, ഇടയ്ക്കിടയ്ക്ക് പെയ്യും, ഇടയ്ക്കിടയ്ക്ക് മഴ നിൽക്കും. എന്നാണ് മഴയുടെ കണ്ടീഷൻ. ചാർജർ പോയത് എന്തായാലും തേങ്ങയുടെ മിസ്റ്റേക്കാണ്. തേങ്ങ അത് എടുത്ത് എന്റെ തന്നിട്ട് പോയാൽ മതിയായിരുന്നു. പുറത്തിറങ്ങിയപ്പോ എന്നെ ഡിസ്റ്റർബ് വെച്ച് എന്റെ ഡോമിട്ട് വേറെ അപ്പൊ അതാണ് തേങ്ങ ചാർജർ എടുക്കാൻ വിട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് പോയത് പുറത്ത്. എന്തായാലും പോയത്. പക്ഷെ ലേഡീസ് ഒക്കെ കക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ചെക്കന്മാരൊക്കെ ആണെങ്കിൽ തമാശക്ക് എടുക്കുക, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുക, അവിടെ പിടിച്ച് വെച്ചിട്ട് പോകും. പെമ്പിള്ളേർ അത് എടുക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് പോയി. എന്തായാലും പോയി. പിന്നെ കാലിന്റെ കാര്യത്തില് ഇച്ചിരി പണി ആയിട്ടുണ്ട്. 2 ആഴ്ച കഴിയണം. നല്ല നീരും കാലൊക്കെ ഉള്ളതിന്റെ ഒരു വേദന മാത്രമുള്ളതിന്റെ അനക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. എന്തായാലും മാക്സിമം അനക്കാതെ വെക്കാൻ ശ്രമിക്കണം, എന്നാൽ മാത്രം പെട്ടെന്ന് മാറുള്ളൂ. അനക്കാതിരുന്നാൽ ജോയിന്റ് ആയിക്കോളുന്നാണ് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ടേക്കാണ്.